വളരെ എളുപ്പത്തിൽ ഹെന്നപ്പൊടിയൊന്നും ചേർക്കാതെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡൈ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 2-3 തുള്ളിയോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ മുടിയുടെ തിക്നെസ്സിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തൈര് ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂണോളം എടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നന്നായിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ 2 സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ആവും തോറും ഇതിങ്ങനെ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതാ ഈ കോഫി പൗഡറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഓരോ ടൈം കൂടുതൽ വെക്കും തോറും കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെളുത്ത മുടിയുള്ളവരുണ്ടല്ലോ എന്നെപ്പോലെ, പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് തേക്കുന്നത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇടയിലൊക്കെ ഇതുപോലെ വെളുത്ത മുടിയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ഹെന്നയൊക്കെ തേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹെന്ന ഉണ്ടാക്കുന്നതും ഇടുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ഹെന്ന മിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സൈഡിലുള്ള ഈ നിരയാണ് കേട്ടോ. നെറ്റിയിലൊക്കെ ഭയങ്കര നിരയാണ്, ഉള്ളിലൊന്നും അധികം ഇല്ല നെറ്റിയിൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഇടാറ്. അപ്പോൾ ഒരുപാട് വെളുത്ത മുടിയുള്ളവർക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളതിൻ്റെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിത് ഇപ്പോൾ എനിക്ക് ഒരുപാട് വെളുത്ത മുടിയൊന്നുമില്ല, കാരണം ഇടയിൽ ഹെന്ന തേച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഫേസ് പാക്കൊക്കെ ഇടയ്ക്ക് തേക്കുമ്പോൾ അതെല്ലാം ഈ മുടിയുടെ സൈഡിലൊക്കെ ആകുമ്പോൾ കൂടുതലും ആ ഹെന്ന പെട്ടെന്ന് പോവാറുണ്ട് കേട്ടോ. ഭയങ്കര അലർജി ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വേറെ ഡൈ ചെയ്യാനൊന്നും പറ്റാറില്ല. പിന്നെ ഡൈ ചെയ്യേണ്ട അത്ര വലിയൊരു നിരയൊന്നും വന്നിട്ടില്ല. മുൻഭാഗത്താണ് ഏറ്റവും കൂടുതൽ നിര. ഞാൻ മുന്നേ ഓണത്തിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചതാണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഇതൊരു 10 മിനിറ്റൊക്കെ ഈ ചട്ടിയിൽ തന്നെ വെച്ചപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂട്ടിലൊന്നും കൂടുതൽ തേച്ച് കൊടുക്കാതെയാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിര ഈ നെറ്റിയിൽ വരുന്നതാണ്. ഒരുപാട് നരയ്ക്കുന്നതിനെക്കാട്ടിലും ഈ നെറ്റിയിൽ അവിടെ ആയിട്ട് ഇങ്ങനെ നരച്ച് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ എടുത്തത്. പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിൽ എനിക്ക് കുറച്ച് സമയം, ഇപ്പോൾ 4-5 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വേറെ കുറേ തിരക്കുകൾ വന്നുകൊണ്ടാണ് കേട്ടോ ഓണത്തിൻ്റേതായ. അപ്പോൾ ഞാനിതിങ്ങനെ ഈ റൂട്ടിൽ തേക്കാതെ തന്നെ, റൂട്ടിൽ തേക്കാനുള്ള ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എല്ലാം ഞാനിതിലിടാറുണ്ട്. പിന്നെ 1-2 കമൻറ്റൊക്കെ വരാറുണ്ട്, നല്ല നരച്ച മുടിയിലൊന്ന് ചെയ്ത് കാണിക്കണം എന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്നത്, ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതൊക്കെ. അതാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊരാളെ വിളിച്ചു കൊണ്ടുവന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിനുള്ളിൽ 3 പേര് 4 പേരൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുടിയിലുണ്ടാകുന്ന മാറ്റങ്ങളും അതെനിക്ക് എഫക്റ്റ് ആവാത്തതെല്ലാം ഞാൻ പറയാറുണ്ട്. ഇത് എനിക്കിപ്പോൾ എൻ്റെ മുടി മാത്രമാണ് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. പുറത്ത് ഇപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രായമായവരൊന്നുമില്ല. പിന്നെ ഒത്തിരി മുടി നരച്ചത് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടിയിൽ മാത്രമേ എനിക്ക് ഇട്ട് തരാൻ ഇപ്പോൾ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ 1-2 കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കറുത്ത കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റൊക്കെ ഞാൻ ഇട്ടുള്ളൂ. നന്നായിട്ട് നല്ല കറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട ഹെന്ന. ഇനി ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. ഇതിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മുടി. അത് നമ്മൾ നേരത്തെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമാണ് ഇട്ടതിൽ. ഇതിലേക്ക് ഇൻഡിഗോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഖാദിയുടെ ഇൻഡിഗോ പൗഡർ ഞാൻ പലപ്പോഴും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഖാദിയുടെയാണ് ഞാൻ മിക്കവാറും ഇതെല്ലാം ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ല എഫക്റ്റാണ് കേട്ടോ ഖാദിയുടെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ മുടിയുടെ തിക്നെസ്സിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വീണ്ടും ഞാൻ ഈ ഒരു
ഇൻഡിഗോ പൗഡറിലേക്ക് കോഫി മിക്സ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് കോഫി കിട്ടാനില്ലെങ്കിൽ നമ്മൾ സാധാരണ കോഫി ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിലേക്ക് വീണ്ടും ഞാൻ തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഇതിൻ്റെ അളവിനനുസരിച്ച് ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അറിയുള്ളൂ. ഞാനിത് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സംഭവം നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. എൻ്റെ മുടി അങ്ങനെ ഇപ്പം നരച്ച് നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടുമ്പോഴോ 15 ദിവസം കൂടുമ്പോഴോ ഞാൻ ഹെന്ന ഇടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ പോയി ഹെന്ന മിക്സ് ചെയ്യുന്നതും ഇടുന്നതും നോക്കിയാൽ അറിയാം. മാക്സിമം 15 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ഹെന്ന ഇടാറുണ്ട് പല രീതിയിൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാനിത് തല മാത്രമേ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. തല കഴുകി ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. എൻ്റെ മുടി എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നമ്മൾ മൈലാഞ്ചിയുടെ മിക്സ് തേച്ച പോലെ തന്നെ കളറ് വന്നിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ കളറ് തലയിൽ. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഹെന്ന മിക്സ് ഉണ്ടല്ലോ, ഇത് ഇൻഡിഗോ പൗഡറിൻ്റെ മിക്സ്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, തേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഇത് മിക്സ് ചെയ്യാവൂ. മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ബ്രഷോ അല്ലെങ്കിൽ കയ്യറോ ഒക്കെ കെട്ടിയിട്ട് ചെയ്യുക. ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ കറയൊക്കെ മിക്കവാറും പോവും, ഡിഷ് വാഷറൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ അല്ലാത്തവർ കവറൊക്കെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ബ്രഷൊക്കെ വെച്ചിട്ട് ഡൈ ചെയ്യുന്ന ബ്രഷൊക്കെ വാങ്ങാൻ കിട്ടും, അങ്ങനെ ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പോൾ മറ്റേ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത പോലെയല്ല ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുടിയുടെ ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. മുടിയുടെ ഓരോ രീതിക്കനുസരിച്ച് അവരവരുടെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ഹെന്ന ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മുടി നല്ല കട്ടി കറുപ്പായിട്ടുണ്ടെന്നുള്ളത്. വീഡിയോ കാണാതെ കമൻ്റ് ഇടരുത് കേട്ടോ. ഒരു സാധാരണ വീട്ടമ്മയായ എനിക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ ഇടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സൈഡ് എഫക്റ്റുള്ള ഇതൊക്കെ തേച്ച് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതാ വാഷ് ചെയ്ത് മുടിയൊന്ന് ഉണങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഉള്ള മുടി നല്ല കറുത്തിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വെളുക്കാത്ത മുടിയൊക്കെ നല്ലൊരു കറുപ്പ് വന്നിട്ടുണ്ട് ഇത് കഴുകി കളയുമ്പോൾ. പ്രത്യേകിച്ച് നീലാമരിക്ക് അങ്ങനെ ഒരു കഴിവാണ് കേട്ടോ മുടി കറുപ്പിച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ ചേർത്തില്ല, ഒരു 3 തുള്ളിയോളം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നില്ല. എൻ്റെ മുടിയുടെ ഈ ഫ്രണ്ടിലുള്ള ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഈ സൈഡിൽ. എനിക്കിപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ളൂ, ഫ്രണ്ടിലുള്ള മുടി ഇങ്ങനെ നല്ല നരച്ചിരിക്കാതെ ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, എൻ്റെ റിസൾട്ട് അറിയിക്കണം കേട്ടോ. എനിക്ക് ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വലിയ ഇഷ്ടമാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.